ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്ക് ആ വ്യക്തിയോട് ഒരു വിരോധം പേഴ്സണലി ഇല്ല. കാരണം നമ്മൾ രണ്ടുപേരും ഒരേ ഫീൽഡ് അഡ്രസ്സ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ലൈഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുടക്കേണ്ട ഒരു സമയം വരും. ഐ മീൻ എന്തായാലും നമ്മൾ മീറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ രണ്ടുപേർക്ക് അൺകംഫർട്ടബിൾ ആവരുതെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. എനിക്കിപ്പോഴും കുഴപ്പമില്ല. പക്ഷേ വാട്ട് ഐം ടെല്ലിങ് ഇസ്, ഞാൻ പറഞ്ഞ സമയത്ത് എനിക്കുണ്ടായ ഒരു വിഷയം അത് എൻ്റെ ഡിഗ്നിറ്റീനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു 10 വർഷമായിട്ട് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഡിഗ്നിറ്റീനെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ എൻ്റെ എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അന്ന് ഞാനത് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായിരുന്ന സൈബർ ബുള്ളി അതെനിക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ ഫോൺ ഓഫ് ചെയ്തിട്ടു. കാരണം ഓരോ 5 സെക്കൻഡ് എന്ന് പറയാം, അത്രയും എനിക്കിങ്ങനെ വൃത്തികെട്ട കമൻസും മെസ്സേജുകളും എല്ലാം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ത്രൂ ഔട്ട് ദ ഇയർ, ഐ മീൻ എനിക്ക് തോന്നുന്നു ഒരു ആഫ്റ്റർ 2 months 1 month എങ്ങാണ്ടുമാണ് ആ ഒരു പാകിസ്ഥാൻ ഇഷ്യൂവും കൂടെ വന്നത്. അപ്പം അതും ഭയങ്കരമായിട്ട് എന്താ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ ഭയങ്കര നശിപ്പിച്ച് കളയുന്ന രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ഇപ്പോൾ പേളി ആയിട്ടുള്ള ഇഷ്യൂവിൽ തന്നെ ഞാനൊന്ന് സംസാരിക്കുമ്പോൾ ആരും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പം നമ്മൾ പറയുമ്പോൾ ആളുകൾ കേൾക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു അവസ്ഥ വളരെ മോശമാണ്. ഇന്നിപ്പം ഒരു റൈറ്റ് മൊമെന്റിൽ എനിക്ക് തോന്നി ഞാൻ പറയുന്ന പോയിന്റ് ആളുകൾ കേൾക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ആ ടോപ്പിക്ക് ഞാൻ ഒന്ന് അഡ്രസ്സ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഒരു രീതിയിലും സംസാരിക്കില്ല. അപ്പം ഇന്ന് ആളുകൾ കേട്ടു, ഇന്ന് ആളുകൾ കേൾക്കാൻ തയ്യാറാണ്. ആൻഡ് എല്ലാവർക്കും മനസ്സിലാവണം. കാരണം നമ്മൾ ഒരു വിഷയം സംസാരിക്കുമ്പം ആ വിഷയത്തിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്, അല്ലാതെ നമ്മൾ പേഴ്സണൽ അറ്റാക്ക് അല്ല ചെയ്യേണ്ടത്. ഇപ്പം ഉണ്ടായിരിക്കുന്ന ഇൻസിഡൻസ് എല്ലാം ഒരു പേഴ്സണൽ അറ്റാക്കിംഗ് മോഡിലാണ്. അപ്പം അതുകൊണ്ട് അതിനി വേറൊരാളുകളിലേക്കും അത് എഫക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് സംസാരിച്ചത്. മനസ്സിലാവുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഗോ ത്രൂ ചെയ്ത കാര്യം എനിക്കും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ചുറ്റിപ്പറ്റിയുള്ള വളരെ കുറച്ച് ഫ്രണ്ട്സിന് മാത്രമേ അറിയുള്ളൂ. പിന്നെ ഈ സൈബർ അറ്റാക്ക്, സൈബർ ബുള്ളിങ് എന്ന് പറയുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പോലും പബ്ലിക്കലി വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പഠിക്കും. കാരണം എന്താ വെച്ചാൽ അവർക്കും കൂടെ അറ്റാക്ക് പോവാണ്. അപ്പം ആ ഒരു സമയം ഭയങ്കര മോശം സമയമായിരുന്നു. സോ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആരോട് പേഴ്സണൽ പ്രശ്നങ്ങളില്ല. ഇപ്പം ഇനി ഒരിക്കലും എനിക്കില്ല. ഞാനിത് അഡ്രസ്സ് ചെയ്യില്ല, ഞാനിതൊരു വിഷയമായിട്ട് കൊണ്ടുവരില്ല ഫ്രണ്ടിലേക്ക്. ബട്ട് ഐ ഹാഡ് ടു ടെൽ ഇറ്റ് ബിക്കോസ് എനിക്കൊരു വോയിസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത്രയും. ലേബർ കോഡ് നടപ്പിലാക്കേണ്ട എന്നാണ് കഴിഞ്ഞ സർക്കാർ തീരുമാനിച്ചത്. ഇപ്പോൾ തൊഴിലാളി സംഘടനയോട് യോഗം വിളിക്കുന്നത് ഈ സർക്കാർ നടപ്പിലാക്കാനാണോ? അല്ല, ഇതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നം, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഇത് നടപ്പാക്കി കഴിഞ്ഞു. കേരളത്തിൽ ഇത് നടപ്പിലാക്കിയിട്ടില്ല. ഇത് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്. ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൊഴിൽ നിയമവും പ്രാബല്യത്തിലില്ല. മറ്റേ തൊഴിൽ നിയമങ്ങൾ ഇല്ലാതായി. അപ്പോൾ നമ്മളൊരു അനിശ്ചിതത്വമുണ്ട് ഈ രംഗത്ത്. അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? പുതിയ ലേബർ കോഡിൽ വന്നിരിക്കുന്ന തൊഴിലാളി വിരുദ്ധമായ കാര്യങ്ങൾ എങ്ങനെ അതിനെ അഡ്രസ്സ് ചെയ്യും എന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നടപ്പാക്കില്ല എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ ഒരു തൊഴിൽ നിയമവും പ്രാബല്യത്തിലില്ലാത്ത സ്ഥിതി വരും. നേരത്തെ തൊഴിൽ നിയമങ്ങളെല്ലാം ഇല്ലാതായി. ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള പ്രശ്നം മനസ്സിലായല്ലോ. നേരത്തെ ഒരു തൊഴിൽ നിയമവും ഇല്ല. ഒരു തൊഴിൽ നിയമവും ഇല്ലാതെ ഈ തൊഴിലാളികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളോടും അല്ല എതിർപ്പ്. 3-4 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് എതിർപ്പ്. ഞങ്ങളും പാർട്ടി എന്നുള്ള നിലയിൽ ലേബർ കോഡിനെ പാർലമെൻറ്റിൽ ഞങ്ങൾ എതിർത്തതാണ്. പക്ഷേ ഏതെങ്കിലും തൊഴിൽ നിയമം സംസ്ഥാനത്ത് ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം വരാൻ പറ്റുമോ? തൊഴിലാളികൾക്ക് പ്രൊട്ടക്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാകണ്ടേ? അതാണ്.